ഹനുമാൻ ചാലീസയിൽ ഗുരുവന്ദനം കഴിഞ്ഞ് തുടർന്ന് വരുന്ന ഈരടികൾ എന്ന് പറയുന്നത് ബുദ്ധിഹീന തനു ജാനികേ സുമിരോം പവനകുമാര ബലബുദ്ധി വിദ്യ ദേഹുമോഹി ഹരഹു കലേശ വികാര. പവനപുത്രനായ ഹേ ഹനുമാനെ, എൻ്റെ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു. ശക്തിയും വിവേകവും ജ്ഞാനവും നൽകി എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ എല്ലാ ക്ലേശങ്ങളും അശുദ്ധിയും നീക്കാനായിട്ട് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. വളരെ വിനയത്തോടെയാണ് അദ്ദേഹം ഈ ശ്ലോകം തുടങ്ങുന്നത്. അദ്ദേഹത്തിനറിയാം, ഞാൻ ദുർബലനാണ്. ദുർബലനെന്ന് വെച്ചാൽ ആത്മീയമായിട്ടുള്ള ദുർബലതയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എനിക്ക് സഹായം ആവശ്യമുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോഴാണോ ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്, അപ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് എന്നാണ് അമ്മ പറയാറ്. സ്വന്തമായിട്ട് നമുക്കൊന്നും ഇല്ലെങ്കിൽ പോലും ഭൗതിക ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഗർവിഷ്ഠരായിരിക്കും. പക്ഷേ തൻ്റേതായിട്ടുള്ളതൊന്നും തന്നെ യഥാർത്ഥത്തിൽ തൻ്റേതല്ല എന്ന് എപ്പോഴാണോ ഒരു വ്യക്തി തിരിച്ചറിയുന്നത്, അത് ആത്മീയ ജീവിതത്തിലൂടെ പോകുമ്പോൾ മാത്രമാണ്. ആത്മീയമായ ദൗർബല്യമാണ് പലപ്പോഴും പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലും നമ്മളെ വീഴാനിടയാക്കുന്നത്. അത് നമുക്ക് തരുന്നത് ദുഃഖവും ക്ലേശവും മാത്രമായിരിക്കും. ഈ വരികളിലൂടെ തുളസീദാസ് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതിനുള്ള പരിഹാരവുമാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ദൗർബല്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ബലവും ബുദ്ധിയും വിദ്യയും പ്രദാനം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് ഹനുമാൻ സ്വാമി. നമ്മുടെ ബലഹീനതകൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ 1ഉം 2ഉമല്ലല്ലോ, 11 എണ്ണമുണ്ടല്ലോ. ബുദ്ധിഹീന് തനുജാനിക്കേ, അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തനു എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. ശരീരവുമായുള്ള നമ്മുടെ താതാത്മ്യമാണ് അജ്ഞാനത്തിനുള്ള പ്രധാന കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്. നമുക്ക് നമ്മുടെ അന്തരാത്മാവിനെക്കുറിച്ച്, നാശമില്ലാത്ത അന്തരാത്മാവിനെക്കുറിച്ച് അറിയാമെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ ഈ ഭൗതിക ശരീരവുമായി ബന്ധനത്തിലിരിക്കുന്നു. എന്നാൽ ഈശ്വരീയ ഗുണങ്ങളുമായി നമ്മൾ എപ്പോഴാണോ ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങുന്നത്, അന്നു മുതൽ നമ്മുടെ അജ്ഞതകൾ മാറിത്തുടങ്ങും. അതിനുവേണ്ടി ആഞ്ജനേയൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. എങ്ങനെയാണ് ഹനുമാൻ ഉത്തമനായ മാർഗനിർദ്ദേശിയാകുന്നത്? അദ്ദേഹം 11ാമത്തെ രുദ്രനാണ്. 11 ദുർഗുണങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കൂടാതെ അനന്തമായ ബുദ്ധി, ശക്തി, ജ്ഞാനം എന്നിവരുടെ മൂർത്തിഭാവമായ ഹനുമാനെ ശരണം പ്രാപിക്കുന്നതോടുകൂടി ഈ ഗുണങ്ങളെല്ലാം തന്നെ നമ്മളിലേക്കെത്താനും ഭഗവാൻ സഹായിക്കും. അതുവഴി നമുക്ക് ശ്രീരാമ